പരുഷ ജയിച്ചോടി. എടി നിന്നെ പീസിൽ നിന്ന് പഠിപ്പിച്ചവനാ ചോദിക്കുന്നേ, പരുഷ ജയിച്ചോന്ന്? ഇല്ല. ഇപ്പൊ പിന്നെ നീ എന്ത് ചെയ്യുന്നു? ടൈപ്പിന് പോണു. ആര് പഠിപ്പിക്കുന്നു? അവിടുത്തെ സാറന്മാര്. അതല്ല ചോദിച്ചത്, ആര് ഫീസ് തരുന്നു? ഇപ്പൊ അവിടെ പോയിട്ട് വരുന്നു? മില്ലില് കാപ്പിയും പലഹാരം കൊണ്ട് കൊടുക്കാൻ. പൊക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടി വിചാരിക്കരുത് കേട്ടോ. മറ്റവൾ എങ്ങനെ പോയാലും നിന്നെ ഒരു നല്ല നിലയിലാക്കി എടുക്കണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ. ഒരു കണക്കിന് അവള് പോയതെന്റെ ഭാഗ്യം. ഇല്ലേ പിന്നെ കുശുമ്പ് പൂത്തന്മാർ പറഞ്ഞുണ്ടാക്കിയനെ ഞാൻ അവളെ അനിയത്തെ വെച്ച് കാശുണ്ടാക്കുകയാണ്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അധ്വാനിക്കാം, പിന്നെ ദൈവാധീനം വേണം. അതവിടെ ഒരു പ്രൈവറ്റ് ബിസിനസ്. ഓ, പ്രൈവറ്റ് ബിസിനസ്. നീ ഇതങ്ങ് മതിയാക്കാൻ പറയാം. നാണക്കേട്. ഓ വാ, ബാക്കി എന്തും ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രം കടുംപിടുത്തം. താൻ കേൾക്കുന്നുണ്ടോ കുറിപ്പ് പറയുന്നത്? ഇനി ഇതങ്ങ് മതിയാക്കു വെച്ചേ. മോശം ഒരു മോശവുമില്ല. ഞാനിത് മുടക്കില്ല. അങ്ങേരുടെ മില്ലി കുത്തിക്കാൻ പോരുതെന്ന് വിലക്കി. ഞാൻ പോക്ക് നിർത്തി. ആരുടെയെങ്കിലും കൈ കൊടുത്തേച്ച് കുത്തിച്ചോളാൻ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുറുപ്പിയേട്ടൻ ഇത് കുത്തിപ്പോക്കാൻ നിൽക്കണ്ട. പക്ഷേ വല്ലവരുടെയും കൈ കൊടുത്തയക്കുമ്പോ അതിൻ്റെതായ കുത്തുവാശിയും കാണുമെന്ന് കണ്ടോണം. ആളേറെ പോണതിനേക്കാൾ ഭേദം താനേറെ പോണതാണേ. താനേറെ ഇപ്പൊ അങ്ങനെ പോകണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അതും എരപ്പയുടെ മില്ല്. അതിന് വേറെ മില്ലില്ലാഞ്ഞിട്ടല്ലയോ? ഉണ്ടേ ഞാൻ അങ്ങേരുടെ മില്ല് കൊടുത്തയക്കുവോ? ആട്ടെ, വേറെ മില്ലുണ്ടോ നീ? പിന്നെ കൊടുത്തയക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? ഇത് നല്ല പോര് തന്നെ. ഏതോ എന്ത്യാനി പെണ്ണ് കാരണം ആണുങ്ങൾ തമ്മിലുണ്ടായ വഴക്ക് ഇപ്പൊ നമ്മുടെ തൊഴിലിന് തടസ്സോ? ആദ്യം ഈ തറ വർത്താനങ്ങൾ നിർത്ത്. നീ എന്താ പറയുന്നത് ഓർമ്മയുണ്ടല്ലോ? എന്തോന്നാ? വേറെ മില്ലുണ്ടെങ്കിൽ നീ ആ അത്തപ്പഴയുടെ മില്ലിൽ പോകുകയല്ലോ? ഇല്ല. കുറുപ്പേ, നമ്മളാ കവലയിലെടുത്ത് എഴുതിച്ച 5 സെന്റ് സ്ഥലം എങ്ങനെ മില്ല് കൊടുക്കാൻ കൊള്ളാം? സാറേ, തമാശ പറയാം. ചോദിച്ചൊരു ഉത്തരം പറ കുറുപ്പേ. കൊള്ളാവോ? കണ്ണായ സ്ഥലം. ഏത് നിലയ്ക്കും കണ്ണായ സ്ഥലം. ആന്നേ ആന്നു. ജാനേ, നീ കൊടുത്തയച്ച് കുത്തിച്ചു. പക്ഷെ ഇനി അത് സ്വന്തം മില്ലിൽ മതി. മനസ്സിലായോ? മില്ല് സാധാരണ നെല്ലുകുത്ത് മില്ലാണോ അതോ വലിയ കാട്ടൺ മില്ലാണോ? അതിപ്പോ അങ്ങനെ കാണിച്ചു തരും. ഒന്ന് ചുമ്മാ ഇരി എന്റെ പണിക്കരെ. വിചാരിച്ചാൽ ഉടനെ എല്ലാവർക്കും അങ്ങ് മില്ല് തുടങ്ങാൻ ഒക്കെയല്ലേ? കാശുണ്ടേല് എന്താ തുടങ്ങാൻ പാടാത്തത്? വാ, പലതും തുടങ്ങാം, പക്ഷെ മില്ല് തുടങ്ങാൻ ഒക്കെയല്ല. ഇതിനെ അറിവ് വേണം. കണ്ട കള്ളനും ചെമ്മാനും പാക്കറ്റടിക്കാനും ഒക്കെ അവന്റെ അടുത്ത് കളിക്കാൻ ചെന്നാലുണ്ടല്ലോ, വിരലത്ത് അകത്ത് പോകും. അജി പൊടിയുന്നതിനൂടെ പൊടിഞ്ഞ് പുറത്തു വരുമ്പോഴായിരിക്കും വിവരം അറിയുന്നേ. ഇതെന്തോന്ന് മാമച്ച വിവരക്കേട് പറയുന്നത്? അതിന് അങ്ങേരെ അവിടെ ഒന്ന് മിഷം ഓടിക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ വിചാരം? അതിനൊക്കെ വേറെ ആളെ വെച്ച് കഴിഞ്ഞു. മധുരയിൽ നിങ്ങാണ്ട് ഒരു പാണ്ടിക്കാരനെ കൊണ്ടുവരിക. അപ്പായ്മെന്റ് 6 പോലും പോയി കഴിഞ്ഞു.
മാമച്ചൻ വെറുതെ അവനോട് കയറി ഉരയ്ക്കാൻ പോവണ്ട. പണ്ട് കട്ടും മൂട്ടി നടന്നതാ, അതെല്ലാവർക്കും അറിയാവുന്നതുമാ. പക്ഷേ ഇപ്പോഴവനല്ല. വാ, 4 കാശിന്റെ പുറപ്പ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും മാറി മാറ്റി അവന്റെ പുറകിൽ. ഒരു ദിവസം നോക്കിക്കോ, പൊളിയും. അന്നേ കളിയും നിൽക്കും. എനിക്ക് ഇത്രയാ വിഷയം. അപ്പൊ എന്റെ വിഷയം ഞാൻ ആരോട് പറയും? അതെ അതെ, വല്ല സിദ്ധിയോ മറ്റോ ഉണ്ടോ എന്തോ. അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു ഇല്ലെന്ന് പറഞ്ഞ അവിടെ ഇല്ല. എനിക്കിപ്പോ വന്ന് എന്തെങ്കിലും അങ്ങേരോട് ആവശ്യപ്പെടാൻ തന്നെ പേടിയാ. നിന്റെയും പിള്ളേരുടെയും തലയിലെടുത്ത് നല്ലതാ, അതിന്റെയാ ഇതൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലെ പൊറുതി വിട്ടുകളയരുത്. ഇവിടം കൊണ്ടാ ഐശ്വര്യം. അയ്യോ, അത് പിന്നെ ഞാൻ വിടുവോ? അല്ല, കോളനിയാ ലക്ഷം വിടാന്നൊക്കെ വിചാരിച്ച് കൊള്ളാം. കോളനി ആയാൽ എനിക്കെന്താ ഈ ചെയ്, ഞാൻ എന്നും ഞാൻ തന്നെയാ. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി തവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി വിജയിക്കാൻ തിരുനാമങ്ങൾ പാടി. ഇന്ന് തന്നെ കുത്തിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് കുത്തു പ്രിയ ഒരു ടെക്നിക്കാണ്. ശരി. പണിയെടുപ്പിക്കുന്നേ പാണ്ടിക്കാരനെ കൊണ്ട് പണിയെടുപ്പിക്കണം. അതെ, നമ്മുടെ ആളുകളാണെങ്കിൽ ചുമ്മാ കശപിച്ച വർത്താനവും 3-ാം പക്കം യൂണിയനും കിട്ടി. ഇങ്ങനെ അതൊക്കെ കിട്ടി. മാമച്ചോ, ഓ, ഞാനിത് ആരെന്ന് വിചാരിച്ചു. വന്നാട്ടെ വന്നാട്ടെ. എന്തുവാ മാമച്ച, ഈ നാട്ടും കുത്തുവൊന്നും ഇല്ലയോ? ഉണ്ട്. ഇതിപ്പോ ഇത് സ്വപ്പം റിപ്പയർ വന്നൊരു ഗ്യാങ് പറഞ്ഞേച്ചു. ഇരുന്നാട്ടെ. നമ്മുടെ കള്ളം പവിത്രന്റെ മില്ല് നല്ല വരച്ചാന്നാണല്ലോ കേൾക്കുന്നത്. അതെന്തുവാ, ഏതാണ്ട് പുതിയ ഇനം മെഷീനാണ്? മെഷ്യൻ മെഷ്യൻ എവനാ മെഷ്യൻ? മറ്റതൊക്കെ 4 ദിവസം കഴിയുമ്പോ അരിയുടെ കൂടെ തുരുമ്പും വിഷവും കൂടെ പൊടിഞ്ഞിറങ്ങാൻ തുടങ്ങും. ദേഹം തമ്പിക്കുമ്പോഴായിരിക്കും ഓരോരുത്തൻ ലാഭത്തിന് കുത്തിക്കാൻ പോയതിന്റെ വിവരം അറിയുന്നത്. കണ്ടായിരിക്കുമോ ഈടെ എങ്ങാനും? ഇല്ല. ഉദ്ഘാടനത്തിനും വിളിച്ചില്ലായിരുന്നു? ഇല്ല. അല്ലേ? അതേന്നേ, അപ്പോഴാണ് ഇവൻ ഇത്രയ്ക്കായെന്ന് ഞാനും ചിന്തിച്ചത്. പഴയ വൈരാഗ്യം തീർക്കായിരിക്കും കൊച്ചാക്കാൻ നോക്കിയിട്ട്. നോക്കട്ടെ, അവൻ അറിയാൻ മേലെ എന്റെ ഗുണം. ഇറുക്കണമെന്ന് വിചാരിച്ച ബ്രഹ്മാവിനെ പോലും ഞാൻ ഇറുക്കും. തനിക്കറിയാവോ? പിന്നെയായി കള്ളം പവിത്രൻ. കുറച്ച് നെല്ല് കുത്തിക്കാനുണ്ടായിരുന്നു. നടക്കട്ടെ. 70 പൈസ. ഓരോ വിദ്യകള്. രസീത് അങ്ങനെ കീറി കൊടുക്കുവോ? ഇത്ര അളവിന് ഇത്ര രൂപ കണക്കാക്കി ഇവിടെ തന്നിട്ട് പോകണം. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു?
கணேஷா டேய் கணேஷா அந்த இன்ஜினை ஆஃப் பண்ணி வாழ விட முதல்ல யார் வந்து இந்த பையனா அந்த பொம்பளையா பின்ன ஏன் இந்த பையன் இருந்தல்ல நீ முதல்ல ஓட எடுத்திருக்க അമ്മ അമ്മ ബിസിനസ് അങ്ക വീട്ടില് ഇത് മില്ല് தெரியுதா ഓ അതിനിപ്പോ എന്തോന്ന് ഞങ്ങൾക്ക് പോയിട്ട് ഒരു ധൃതിയില്ല. നിങ്ങൾ യോജിച്ചില്ല മേലിൽ இந்த தப்பை வரக்கூடாது ஃபர்ஸ்ட் வந்தவரு ஃபர்ஸ்ட் லாஸ்ட் வர்றவங்க லாஸ்ட் தெரியுதா போயிரு 1:20 വാടാ. ഓരോ ഡാവ് വേലകൾ അത് വലിയ അതിശയം പോലെ കൊട്ടിക്കൊഴിക്കാൻ കുറെ ആലെണ്ണ പെണ്ണുങ്ങളും. അങ്ങേര് തമിഴ് പറയുന്ന കേൾക്കണം. അതിശയിച്ചു പോവും. തമിഴ്നാട്ടിലെ എല്ലാം കിടന്നിട്ടുണ്ടായിരിക്കും. അതിലിത്ര അതിശയം തോന്നുന്നു. എന്താ പറഞ്ഞാലും നിങ്ങൾക്ക് പിടിക്കൂല. ഒരു ദിവസം അവിടെ പോയി നോക്ക്. എല്ലാത്തിനും ഒരു കണക്കും കണിച്ചൊക്കെ അവിടെയുണ്ട്. വാ കള്ളരായ കാണിച്ച ഒന്ന് പോയി ഞാൻ പറഞ്ഞേരെ. ഒരു ദിവസം കാണാം എല്ലാം കൂടി ഇരുന്ന് പൊളിഞ്ഞു വീഴുന്നത്. കള്ളന്റെ മുതൽ എങ്ങനെ ഉറപ്പുള്ള മുതലാകുന്നത്? അതങ്ങ് പോവും വന്ന പോലെ. അതുവരെ ഞാൻ ഇങ്ങനെ മുട്ടും കെട്ടിയിരിക്കാനോ? നിനക്ക് അറിഞ്ഞൂടാ എന്റെ മനപ്രയാസം. ആ മില്ലിനകത്ത് നിന്ന് കാഞ്ഞിരിക്കുമ്പം എന്തൊക്കെ ഞാൻ ആലോചിച്ചെന്നറിയാമോ? രാത്രി ചെന്ന് അവന്റെ മില്ലിന് തീ വെച്ചാലോ? കൈപുണ്യമുള്ള ഏതേലും മന്ത്രവാദി ഇരുത്തി എന്തേലും ക്ഷുദ്രം ചെയ്യിച്ചാലോ എന്നൊക്കെ വരെ ഞാൻ ആലോചിച്ചു. എന്നാ പിന്നെ അങ്ങനെ വല്ലതും അങ്ങ് ചെയ്യിച്ചു നോക്കണം. ഓ അതിനൊന്നുള്ള ആത്മബലം എനിക്കില്ല. വേറെ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു. ഇവന്റെ കള്ളം ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അച്ചായൻ കിടക്ക്. ഞാൻ കിടക്കാം. പക്ഷേ അവനെ ഒന്ന് തറവറ്റിച്ച് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എന്റെ അച്ചായൻ അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഞാൻ